ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രതീഷ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ രതീഷ് കുമാർ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന 3 ബെഡ്റൂമുള്ള വീടിന്റെ പ്ലാനും അതിന്റെ ഫുൾ 3Dയെ കുറിച്ചാണ്. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ 3 ബെഡ്റൂമിനും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്താൽ ഞാൻ ഓരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഏകദേശം 200-ൽ കൂടുതൽ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസ് കാണാത്ത കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ പുതിയ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. കൂടാതെ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാവുമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ ഡീറ്റെയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ പ്ലാൻ. ഈ വീടിന് 3 ബെഡ്റൂമുകളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം ഗ്രൗണ്ട് ഫ്ലോറിലും 1 ബെഡ്റൂം ഫസ്റ്റ് ഫ്ലോറിലും. നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ആയിട്ടാണ് നമ്മൾ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിന്റെ സ്പേസ് 325 സെന്റിമീറ്റർ നീളവും 155 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറിയെത്തുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളൊരു ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിംഗ് ഏരിയയുടെ സ്പേസ് വരുന്നത് 300 സെന്റിമീറ്റർ നീളവും 200 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോഫ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. TV യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഫ്രണ്ട് സൈഡിലായിട്ട് 3 പാളികൾ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സ്പേസ് 530 സെന്റിമീറ്റർ നീളവും 300 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ടേബിൾ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഇതിന്റെ ഈ ലെഫ്റ്റ് സൈഡിലായിട്ട് 3 പാളികൾ ഒരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറാനുള്ള സ്റ്റെയർ കേസ് കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ഫസ്റ്റ് ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസ് 330 സെന്റിമീറ്റർ നീളവും 330 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ട് 3 പാളികൾ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ സ്പേസ് 170 സെന്റിമീറ്റർ നീളവും 150 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ 2ാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസ് 300 സെന്റിമീറ്റർ വീതിയും 300 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ റൈറ്റ് സൈഡിലായിട്ട് 3 പാളികൾ ഒരു വിൻഡോ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോബർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ സ്പേസ് 180 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ ചെറിയൊരു വിൻഡോ കൂടി ഈ ഒരു ഭാഗത്തായിട്ടും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ കിച്ചൺ കൊടുത്തിട്ടുള്ളത്. കിച്ചന്റെ സ്പേസ് 240 സെന്റിമീറ്റർ വീതിയും 300 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രിഡ്ജ് വെക്കാനൊരു സ്പേസ് ഈ സ്റ്റെയർ കേസിന്റെ താഴെയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഗ്യാസ് സ്റ്റവ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ സിങ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 3 പാളികൾ ഒരു വിൻഡോ കൂടി നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് നമ്മളൊരു ചെറിയൊരു വർക്ക് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ സ്പേസ് വരുന്നത് 390 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഡോറ് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറ് ഈ ഒരു ഭാഗത്തേക്ക് മാറ്റുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ നമുക്ക് ഈ ഒരു കോർണറിലായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ വീടിന്റെ കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കാർ പോർച്ചിന്റെ സ്പേസ് 330 സെന്റിമീറ്റർ വീതിയും
350 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ വീടിന്റെ ഈ ഒരു ഭാഗത്ത് നിന്നും ഈ ഭാഗത്തേക്കുള്ള സ്പേസ് 900 സെന്റിമീറ്റർ ആണ്. കൂടാതെ ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കുള്ള സ്പേസ് 1020 സെന്റിമീറ്റർ ആണ്. ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 1038 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലാൻ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ഹാഫ് 3D ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാൻ. നമുക്ക് നോക്കാം. ഇവിടെ നിന്നാണ് സ്റ്റെയർ കേസ് കയറി നേരെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്നും നേരെ ഈ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ മൂന്നാമത്തെ ബെഡ്റൂം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബെഡ്റൂമിന്റെ സ്പേസ് 300 സെന്റിമീറ്റർ വീതിയും 300 സെന്റിമീറ്റർ നീളവുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് സൈഡിലായിട്ടും റൈറ്റ് സൈഡിലായിട്ടും 3 പാളികൾ വീതമുള്ള ഓരോ വിൻഡോകൾ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ബെഡ് സ്പേസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. വാൾഡ്രോവർ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. കൂടാതെ ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം ആണ് ഈ ഒരു ഭാഗത്തായിട്ടും നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ബാത്റൂമിന്റെ സ്പേസും 180 സെന്റിമീറ്റർ നീളവും 130 സെന്റിമീറ്റർ വീതിയുമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിൻഡോ കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയായിട്ടാണ് ടെറസിലേക്ക് ഇറങ്ങാൻ ഒരു സ്പേസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓപ്പൺ ടെറസ് ഈ വീടിന് നമുക്ക് അവൈലബിൾ ആണ്. ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് 354 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഈ വീടിന്റെ ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിന്റെ 1038 സ്ക്വയർ ഫീറ്റും ഫസ്റ്റ് ഫ്ലോറിന്റെ 354 സ്ക്വയർ ഫീറ്റും കൂടി 1392 സ്ക്വയർ ഫീറ്റ് ആണ്. ഈ വീട് നിർമ്മിക്കണമെങ്കിൽ മിനിമം ഒരു 6 സെന്റ് പ്ലോട്ടെങ്കിലും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിന്റെ പ്ലാനും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ഈ വീടിന്റെ ഫുൾ 3D ഒന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മടിക്കരുത്. കൂടാതെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് എലോ ഓൾ എന്നുള്ള ഓപ്ഷൻ എലോ ചെയ്തു വെച്ചാൽ ഞാൻ ഓരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.